ഹലോ, ഞാൻ ഡാനിയലച്ചൻ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അസൻഷൻ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ബൈബിളിനെ ഇയറെന്ന മലയാളം പോഡ്കാസ്റ്റാണ്. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള ബൈബിൾ പാരായണത്തിന് ജെഫ് കെമിൻസിന്റെ ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈം ലൈൻ എന്ന റീഡിംഗ് പ്ലാനാണ് ഉപയോഗിക്കുന്നത്. ഈ വായനാ സഹായി ആവശ്യമുള്ളവർക്ക് BIYindia.com/മലയാളം എന്ന ലിങ്കിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. നമുക്ക് തുടങ്ങാം. ഞാൻ വായിക്കുന്നത് POC മലയാളം ബൈബിൾ പരിഷ്കരിച്ച വിവർത്തനത്തിൽ നിന്നാണ്. ഇന്ന് ദിവസം 5. ഇന്നത്തെ വചന വായനയുടെ പാഠങ്ങൾ ഉൽപ്പത്തി അധ്യായങ്ങൾ 10, 11, സങ്കീർത്തനം 2. നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു. ഉൽപ്പത്തി അധ്യായം 10. നോഹയുടെ പുത്രന്മാരായ ഷേമിൻ്റെയും ഹാമിൻ്റെയും യാഫത്തിൻ്റെയും തലമുറകൾ. പ്രളയശേഷം അവർ ജന്മം കൊടുത്ത മക്കൾ ഇവയാണ്. യാഫത്തിൻ്റെ മക്കൾ ഗോമർ, മാഗോഗ്, മാദായ്, യാവാൻ, തൂബാൽ, മെഷക്, തീരാസ്. ഗോമറിൻ്റെ മക്കൾ അഷ്കേനാസ്, റീഫത്ത്, തോഗർമ. യാവാൻ്റെ മക്കൾ എലീഷ, താർഷീഷ്, കിത്തീം, ദോദാനീം. ഇവരിൽ നിന്നാണ് ജനപദങ്ങൾ അവരുടെ ദേശങ്ങളിൽ ഓരോന്നിൻ്റെയും ഭാഷയനുസരിച്ചും അവരുടെ ജനതകളിൽ താന്താങ്ങളുടെ വംശമനുസരിച്ചും വിന്യസിക്കപ്പെട്ടത്. ഹാമിൻ്റെ മക്കൾ കുഷ്, മിസ്രായിം, ഫുത്ത്, കാനാൻ എന്നിവർ. കുഷിൻ്റെ മക്കൾ സേബ, ഹവീല, സബ്ത, റാമ, സബ്തേക്ക. റാമായുടെ മക്കളാണ് ഷെബായും ദദാനും. കുഷ് നിമ്രോദിനെ ജനിപ്പിച്ചു. അവൻ ഭൂമിയിൽ ഒരു വീരപുരുഷനാകാൻ തുടങ്ങി. അവൻ കർത്താവിൻ്റെ മുമ്പിൽ ഒരു നായാട്ടുവീരനായിരുന്നു. അതുകൊണ്ട് കർത്താവിൻ്റെ മുമ്പിൽ നിമ്രോദിനെ പോലൊരു നായാട്ടുവീരൻ എന്ന ചൊല്ലുണ്ടായി. അവൻ്റെ രാജ്യത്തിൻ്റെ ആരംഭം ഷീനാർ ദേശത്തെ ബാബേൽ, ഇറഖ്, അക്കാദ്, കൽനെ എന്നിവയായിരുന്നു. അവൻ ആ നാട്ടിൽ നിന്ന് അഷൂറിലേക്ക് പുറപ്പെട്ട് നിനവെ, റഹോബോത്ത്, ഈർ, കാലാഹ് എന്നിവ പണി കഴിപ്പിച്ചു. ഒപ്പം നിനവയ്ക്കും കാലാഹിനുമിടയിൽ റേസൻ എന്ന മഹാനഗരവും. മിസ്രായിം ജന്മം കൊടുത്തതാണ് ലൂദീം, അനാമീം, ലഹാബീം, നഫ്തുഹീം, പത്രുസീം. ഫിലിസ്തീർ പുറപ്പെട്ടു പോന്ന കസ്ലൂഹിം, കഫ്തോറിം എന്നിവർ. കാനാൻ ജന്മം നൽകിയത് തൻ്റെ കടിഞ്ഞൂലായ സീദോനും, ഹേത്ത്, ജബൂസ്യർ, അമോര്യർ, ഗിർഗാഷ്യർ, ഹിവ്യർ, അർക്കിയർ, സീന്യർ, അർവാദിയർ, സെമറിയർ, ഹമാത്യർ എന്നിവർക്കുമായിരുന്നു. പിൽക്കാലത്ത് കാനാൻകാരുടെ വംശങ്ങൾ പലയിടത്തും വ്യാപിച്ചു. കാനാൻകാരുടെ ദേശാതിർത്തി സീദോൻ തുടങ്ങി ഗെരാറിലേക്കുള്ള ദിശയിൽ ഗാസ വരെയും സോദോം, ഗൊമോറ, അദമാ ദിശയിൽ സെബോയിൻ തുടങ്ങി ലാഷ വരെയുമാണ്. ഇവരാണ് തങ്ങളുടെ ദേശങ്ങളിലും ജനതകളിലും വംശവും ഭാഷയും അനുസരിച്ച് ഹാമിൻ്റെ മക്കൾ. ഷേമിനും മക്കളുണ്ടായി. അവൻ ഹെബ്രായരുടെ എല്ലാം പിതാവും യാഫത്തിൻ്റെ മൂത്ത സഹോദരനുമായിരുന്നു. ഷേമിൻ്റെ മക്കൾ ഏലാം, അഷൂർ, അർപ്പക്ഷാദ്, ലൂദ്, ആരാം എന്നിവരും. ആരാമിൻ്റെ മക്കൾ ഊസ്, ഹൂൽ, ഗത്തേർ, മാഷ് എന്നിവരുമായിരുന്നു. അർപ്പക്ഷാദ് ഷേലാഹിനും ഷേലാഹ് ഏബറിനും ജന്മം കൊടുത്തു. ഏബറിന് 2 പുത്രന്മാർ ജനിച്ചു. ഒന്നാമൻ്റെ പേര് പേലഗ്, കാരണം അവൻ്റെ കാലത്താണ് ഭൂമി വിഭജിതമായത്. അവൻ്റെ സഹോദരൻ്റെ പേര് യോക്താൻ. അവൻ അൽമോദാദ്, ഷെലെഫ്, ഹസർമെവത്ത്, യാറഹ്, ഹദോറാം, ഊസാൽ, ദിക്ല, ഓബാൽ, അബിമായേൽ, ഷേബ, ഓഫീർ, ഹവില, യോബാബ് എന്നിവർക്ക് ജന്മം കൊടുത്തു. ഇവരൊക്കെയായിരുന്നു യോക്താൻ്റെ മക്കൾ. അവർ പാർത്തിരുന്ന നാട് മേഷ തുടങ്ങി കിഴക്കൻ മലയായ സോഫാറിൻ്റെ ദിശയിലായിരുന്നു. ഇവരാണ് തങ്ങളുടെ ദേശങ്ങളിലും ജനതകളിലും വംശവും ഭാഷയും അനുസരിച്ച് ഷേമിൻ്റെ മക്കൾ. ഇവയാണ് തങ്ങളുടെ ഉൽപ്പത്തി അനുസരിച്ച് ജനതകളിൽ നോഹയുടെ മക്കളുടെ വംശങ്ങൾ. ഇവരിൽ നിന്നാണ് പ്രളയത്തിന് ശേഷം ജനതകൾ ഭൂമിയിൽ വേർതിരിഞ്ഞത്. ഉൽപ്പത്തി അധ്യായം 11. ഭൂമി മുഴുവൻ ഒരേ ഭാഷയും ഒരേ പദാവലിയുമായിരുന്നു. അക്കാലത്ത് കിഴക്കുനിന്ന് പുറപ്പെട്ടവർ ഷീനാർ ദേശത്ത് ഒരു സമതലം കണ്ടെത്തി അവിടെ പാർപ്പുറപ്പിച്ചു. അവർ പരസ്പരം പറഞ്ഞു, വരുവിൻ, നമുക്ക് ഇഷ്ടികയുണ്ടാക്കി തീയിൽ ചുട്ടെടുക്കാം. അങ്ങനെ അവർക്ക് ഇഷ്ടിക കല്ലിന് പകരവും കീല് കുമ്മായത്തിന് പകരവുമായി. അവർ തുടർന്ന് പറഞ്ഞു, വരുവിൻ, നമുക്കൊരു പട്ടണവും ആകാശം പൊട്ടുന്ന ഒരു ഗോപുരവും പണിത് നമുക്കായി പേര് സമ്പാദിക്കാം. അതല്ലെങ്കിൽ നാം ഭൂമുഖത്താകെ ചിതറിപ്പോവും. മനുഷ്യ മക്കൾ നിർമ്മിച്ച നഗരവും ഗോപുരവും കാണാൻ കർത്താവ് ഇറങ്ങി വന്നു. കർത്താവ് പറഞ്ഞു, നോക്കൂ, ഒരു ജനതയും
അവർക്കെല്ലാം ഒറ്റ ഭാഷയും. ഇത് ഇവർ ചെയ്യാനിരിക്കുന്നതിൻ്റെ തുടക്കം മാത്രം. ചെയ്യാൻ ഒരുമ്പെടുന്നതൊന്നും അവർക്കിനി അസാധ്യമായിരിക്കുകയില്ല. ഒരുവൻ നമുക്ക് ഇറങ്ങിച്ചെന്ന് അവിടെ വച്ച് അവരുടെ ഭാഷ പരസ്പരം ഗ്രഹിക്കാനാവാത്ത വിധം കുഴച്ചു മറിക്കാം. അങ്ങനെ കർത്താവ് അവരെ അവിടെ നിന്ന് ഭൂമുഖത്തെങ്ങും ചിതറിച്ചു. അതോടെ അവർ പട്ടണം പണിയുന്നത് ഉപേക്ഷിച്ചു. ഭൂമിയിലാകെയുള്ള ഭാഷ കർത്താവ് അവിടെ വെച്ച് കുഴച്ചു മറിച്ചതുകൊണ്ടാണ് ആ സ്ഥലത്തിന് ബാബേൽ എന്ന പേരുണ്ടായത്. അവിടെ നിന്നാണ് കർത്താവ് അവരെ ഭൂമുഖത്താകെ ചിതറിച്ചത്. ഇതാണ് ഷേമിൻ്റെ വംശാവലി. ഷേമിന് 100 വയസ്സായപ്പോൾ പ്രളയത്തിന് ശേഷം 2-ാം വർഷം അവൻ അർപ്പക്ഷാദിനെ ജനിപ്പിച്ചു. അർപ്പക്ഷാദിൻ്റെ ജനനത്തിന് ശേഷം ഷേം 500 വർഷം ജീവിച്ചു. അവൻ പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. 35 വയസ്സായപ്പോൾ അർപ്പക്ഷാദ് ഷേലാഹിനെ ജനിപ്പിച്ചു. ഷേലാഹിൻ്റെ ജനനത്തിന് ശേഷം അർപ്പക്ഷാദ് 403 വർഷം ജീവിച്ചു. അവൻ പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. 30 വയസ്സായപ്പോൾ ഏബർ ഷേലാഹിനെ ജനിപ്പിച്ചു. ഏബറിൻ്റെ ജനനത്തിന് ശേഷം 403 വർഷം ഷേലാഹ് ജീവിച്ചു. അവൻ പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. 34 വയസ്സായപ്പോൾ ഏബർ പേലഗിനെ ജനിപ്പിച്ചു. പേലഗിൻ്റെ ജനനത്തിന് ശേഷം ഏബർ 430 വർഷം ജീവിച്ചു. അവൻ പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. 30 വയസ്സായപ്പോൾ പേലഗ് റെവുവിനെ ജനിപ്പിച്ചു. റെവുവിൻ്റെ ജനനത്തിന് ശേഷം പേലഗ് 209 വർഷം ജീവിച്ചു. അവൻ പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. 32 വയസ്സായപ്പോൾ റെവു സെരൂഗിനെ ജനിപ്പിച്ചു. സെരൂഗിൻ്റെ ജനനത്തിന് ശേഷം റെവു 207 വർഷം ജീവിച്ചു. അവൻ പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. 30 വയസ്സായപ്പോൾ സെരൂഗ് നാഹോറിനെ ജനിപ്പിച്ചു. നാഹോറിൻ്റെ ജനനത്തിന് ശേഷം സെരൂഗ് 200 വർഷം ജീവിച്ചു. അവൻ പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. 29 വയസ്സായപ്പോൾ നാഹോർ തേരാഹിനെ ജനിപ്പിച്ചു. തേരാഹിൻ്റെ ജനനത്തിന് ശേഷം നാഹോർ 119 വർഷം ജീവിച്ചു. അവൻ പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. 70 വയസ്സായപ്പോൾ തേരാഹ് അബ്രാമിനെയും നാഹോറിനെയും ഹാരാനെയും ജനിപ്പിച്ചു. ഇവയാണ് തേരാഹിൻ്റെ വംശാവലി. തേരാഹ് അബ്രാമിനും നാഹോറിനും ഹാരാനും ജന്മം നൽകി. ഹാരാൻ ലോത്തിന് ജന്മം നൽകി. ഹാരാൻ തൻ്റെ പിതാവായ തേരാഹിന് മുമ്പേ ജന്മനാടായ കൽദായരുടെ ഊറിൽ വെച്ച് ചരമമടഞ്ഞു. അബ്രാമും നാഹോറും തങ്ങൾക്കായി ഭാര്യമാരെ സ്വീകരിച്ചു. അബ്രാമിൻ്റെ ഭാര്യയുടെ പേര് സാറായി. നാഹോറിൻ്റെ ഭാര്യയുടെ പേര് മിൽക്ക. അവൾ ഹാരാൻ്റെ മകളായിരുന്നു. ഹാരാൻ മിൽക്കായുടെയും ഇസ്കായുടെയും പിതാവായിരുന്നു. സാറായി വന്ധ്യയായിരുന്നു. അവൾക്ക് മക്കൾ ഉണ്ടായിരുന്നില്ല. തേരാഹ് തൻ്റെ മകൻ അബ്രാമിനെയും പേരക്കിടാവും ഹാരാൻ്റെ മകനുമായ ലോത്തിനെയും അബ്രാമിൻ്റെ ഭാര്യയും തൻ്റെ മരുമകളുമായ സാറായിയെയും കൂട്ടി അവരോടുകൂടെ കൽദായരുടെ ഊറിൽ നിന്ന് കാനാൻ ദേശത്തേക്ക് കാൽനടയായി പുറപ്പെട്ട് ഹാരാൻ വരെ എത്തി. അവിടെ അവർ വാസമുറപ്പിച്ചു. തേരാഹിൻ്റെ ആയുസ് 205 വർഷമായിരുന്നു. അവൻ ഹാരാനിൽ വെച്ച് മൃതിയടഞ്ഞു. സങ്കീർത്തനങ്ങൾ 2. ജനതകൾ ഇളകി മറിയുന്നതെന്തിന്? ജനപദങ്ങൾ വ്യർത്ഥമായി ഗർജിക്കുന്നതെന്തിന്? കർത്താവിനെതിരെയും അവിടുത്തെ അഭിഷിക്തനെതിരെയും ഭൂമിയുടെ രാജാക്കന്മാർ അണിനിരക്കുന്നു. ഭരണാധിപന്മാർ കൂടിയാലോചിക്കുന്നു. അവരുടെ വിലങ്ങുകൾ നമുക്ക് തകർക്കാം, അവരുടെ ചങ്ങലകൾ നമ്മിൽ നിന്ന് പൊട്ടിച്ചെറിയാം. സ്വർഗത്തിലിരിക്കുന്നവൻ ചിരിക്കുന്നു, നാഥൻ അവരെ പുച്ഛിക്കുന്നു. അപ്പോൾ അവിടുന്ന് തൻ്റെ ഉഗ്രതയാൽ അവരെ സംഭീതരാക്കി തൻ്റെ കോപത്തിൽ അവരോട് സംസാരിക്കും. എൻ്റെ വിശുദ്ധ മലയായ സിയോനിൽ ഞാനാണ് എൻ്റെ രാജാവിനെ വാഴിച്ചത്. കർത്താവിൻ്റെ ചട്ടത്തെക്കുറിച്ച് ഞാൻ വർണ്ണിക്കാം. അവിടുന്ന് എന്നോട് അരുളിച്ചെയ്തു, നീ എൻ്റെ പുത്രനാണ്, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചു. എന്നോട് ആവശ്യപ്പെട്ടുകൊള്ളുക, ഞാൻ നിന്റെ അവകാശമായി ജനതകളെ തരും. ഭൂമിയുടെ അതിരുകൾ നിനക്ക് അധീനമാക്കും. ഇരുമ്പ് ദണ്ടുകൊണ്ട് നീ അവരെ തകർക്കും. കുശവൻ്റെ കലമെന്ന പോലെ നീ അവരെ തച്ചുടയ്ക്കും. അല്ലയോ രാജാക്കന്മാരെ, സുബോധമുള്ളവരായിരിക്കുവിൻ. ഭൂമിയുടെ അധിപന്മാരെ, ശിക്ഷണവിധേയരാകുവിൻ. ഭയത്തോടെ കർത്താവിനെ ശുശ്രൂഷിക്കുവിൻ. വിറയലോടെ ആനന്ദിച്ചാർക്കുവിൻ. പുത്രനെ നിങ്ങൾ ചുംബിക്കുവിൻ, അല്ലെങ്കിൽ അവിടുന്ന് കോപിക്കുകയും നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കുകയും ചെയ്യും. എന്തെന്നാൽ അവിടുത്തെ കോപം ക്ഷണത്തിൽ ജ്വലിക്കുന്നു. അവിടുന്നിൽ അഭയം തേടുന്നവരെല്ലാം അനുഗ്രഹീതർ. ഞങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്ന ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ വചനത്തിലൂടെ കടന്നു പോകാനും അങ്ങയുടെ പദ്ധതികൾക്കെതിരായി മനുഷ്യൻ രൂപപ്പെടുത്തുന്ന തിന്മയുടെ, അധികാരഗർവിൻ്റെ, ദൈവനിഷേധത്തിൻ്റെ വഴികളെല്ലാം പരാജയപ്പെടുമെന്ന് തിരിച്ചറിയാനും ഞങ്ങളെ സഹായിച്ചതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് അങ്ങയുടെ വലിയ സ്നേഹത്തിനും കാരുണ്യത്തിനും വേണ്ടി ഈ ദിവസം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ വചന വായനയിൽ നിന്ന് ഞങ്ങൾ സ്വീകരിക്കണമെന്ന് അങ്ങ് ആഗ്രഹിക്കുന്ന പാഠങ്ങൾ നന്നായി ഗ്രഹിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. എല്ലാ മഹത്വവും ആരാധനയും അങ്ങേക്ക്. ആമേൻ.
പ്രിയപ്പെട്ടവരെ, നമ്മുടെ വചന വായന 12 കാലഘട്ടങ്ങളിലായിട്ടാണ് മുന്നോട്ട് നീങ്ങുന്നത്. നമ്മുടെ റീഡിംഗ് പ്ലാനിലെ ആദ്യത്തെ യുഗം പുരാതന ലോകം ആണ്, ദ ഏർലി വേൾഡ് പീരീഡ്. ഈ പുരാതന ലോകത്തിലെ അവസാന ഭാഗത്തേക്ക് നമ്മൾ എത്തുകയാണ്. അതാണ് ഉൽപ്പത്തിയുടെ പുസ്തകം 10ഉം 11ഉം അധ്യായങ്ങൾ. ഈ അധ്യായങ്ങൾ നമ്മളോട് പറയുന്നത് ബാബേൽ ഗോപുരത്തിൻ്റെ കഥയാണ്. ബാബേൽ ഗോപുരത്തിൻ്റെ കഥ മനസ്സിലാക്കുന്നതിന് മുൻപ് 10ാം അധ്യായം നോഹയുടെ മക്കളുടെ വംശാവലികൾ, അവർ വർദ്ധിച്ചു പെരുകി ജനതകൾ ഉത്ഭവിച്ചതിൻ്റെ ചരിത്രം കൂടി വിവരിക്കുന്നുണ്ട്. ബൈബിൾ മനസ്സിലാക്കുന്നതിന് വംശാവലി നമ്മെ നന്നായി സഹായിക്കുമെന്ന് ഞാൻ മുൻപ് നിങ്ങളോട് പറഞ്ഞതാണ്. 10ാം അധ്യായത്തിലെ വംശാവലി നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ദൈവമനുഷ്യരും ലോകമനുഷ്യരും തമ്മിലുള്ള ഒരു വേർതിരിവ് വ്യക്തമായി അവിടെ കാണാനായി കഴിയും. മാത്രമല്ല, ഹാമിൻ്റെ ശപിക്കപ്പെട്ട മകൻ കാനാനിൽ നിന്നുണ്ടായ കാനാന്യരെ കൂടാതെ ഹാമിൻ്റെ സന്തതി പരമ്പരയിൽ നിന്ന് രൂപപ്പെട്ട ബാബിലോണിയർ, അസീറിയക്കാർ, ഈജിപ്ത് നിവാസികൾ എന്നിവരുടെ ഉത്ഭവവും ഈ വംശാവലി മനസ്സിലാക്കി തരുന്നുണ്ട്. കാരണം ഈ 3 സാമ്രാജ്യങ്ങളാണ്, അതായത് ബാബിലോണിയർ, അസീറിയക്കാർ, അതുപോലെ തന്നെ ഈജിപ്തുകാർ. ഈ 3 സാമ്രാജ്യങ്ങളാണ് പിന്നീട് രക്ഷാകര പദ്ധതിയുടെ തുടർന്നുള്ള എപ്പിസോഡുകൾ ഇതിൽ വിരിയുമ്പോൾ ഇസ്രായേലിൻ്റെ അടിമത്വത്തിൻ്റെയും പ്രവാസത്തിൻ്റെയും ഇടങ്ങളായി മാറുന്നത്. വാഗ്ദത്ത നാട് ദൈവജനം കൈവശപ്പെടുത്താൻ ഒരുങ്ങുമ്പോൾ പിന്നീട് ഇസ്രായേലിന് പ്രതിസന്ധി സൃഷ്ടിക്കാൻ പോകുന്ന കാനാന്യർ, ജബൂസ്യർ, അമോര്യർ എന്നിവരുടെ ഉത്ഭവവും ഹാമിൻ്റെ മകനായ കാനാനിൽ നിന്ന് ആയിരുന്നു. ഒരു സാധാരണ വംശാവലി വിവരണത്തിനപ്പുറത്ത് 10ാം അധ്യായം ഹാമിൻ്റെ സന്താന പരമ്പരയിൽ നിന്ന് ഉത്ഭവിച്ച ഇസ്രായേലിൻ്റെ പരമ്പരാഗത വൈരികളെ സംബന്ധിക്കുന്ന സമഗ്രമായ ഒരു വിവരണം കൂടി നമുക്ക് നൽകുന്നുണ്ട്. ഈ അധ്യായം പക്ഷേ ദൈവം തിരഞ്ഞെടുത്ത ഷേമിൻ്റെ വംശാവലി, ദൈവപുത്രന്മാരുടെ ലൈൻ, നിർബാധം തടസ്സങ്ങളില്ലാതെ മുന്നോട്ട് നീങ്ങുന്നതിൻ്റെ വിശദീകരണവും നൽകുന്നു. 11ാം അധ്യായത്തിലെ ബാബേൽ ഗോപുര നിർമ്മാണം മനസ്സിലാക്കുന്നതിന് സഹായിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ലീഡിംഗ് ലിങ്ക് നമുക്ക് 10ാം അധ്യായത്തിൽ നിന്ന് കിട്ടുന്നുണ്ട്. അത് 10ാം അധ്യായത്തിൻ്റെ 9ാമത്തെ വാക്യത്തിലാണ്. അവിടെ ഒരു കഥാപാത്രം, അദ്ദേഹത്തിൻ്റെ പേര് നിമ്രോദ്. ഹാമിൻ്റെ പരമ്പരയിൽപ്പെട്ട കുഷിൻ്റെ മകനായ നിമ്രോദ്, അവൻ കർത്താവിൻ്റെ മുമ്പിൽ ഒരു നായാട്ടുവീരനായിരുന്നു എന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ മറ്റൊരു തർജ്ജമയിൽ കാണുന്നത് കർത്താവിൻ്റെ മുൻപിൽ ഒരു നായാട്ടുവീരൻ എന്നതിനേക്കാൾ കർത്താവിന് എതിരെ ഒരു നായാട്ടുവീരൻ എന്നാണ്. അതായത് ദൈവത്തെ വെല്ലുവിളിക്കാനുള്ള ഒരു ത്വര, ഒരു നിഷേധ സ്വഭാവം ഈ നിമ്രോദിലുണ്ടായിരുന്നു. അയാളാണ് ഷീനാറിൽ വന്ന് ബാബേലും അക്കാദും ഇറക്കും തുടങ്ങിയ പ്രദേശങ്ങൾ അടങ്ങിയ സ്ഥലത്ത് അയാളൊരു സാമ്രാജ്യം നിർമ്മിക്കാനായി ഒരുങ്ങുന്നത്. ആ സാമ്രാജ്യത്തിലാണ്, നിമ്രോദിൻ്റെ നേതൃത്വത്തിലാണ് ദൈവത്തിനെതിരെയുള്ള ഈ ബാബേൽ ഗോപുരത്തിൻ്റെ നിർമ്മാണം നടക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു സംഗതി, ഈ വചനഭാഗം നമുക്ക് മനസ്സിലാക്കി തരുന്നത് യഥാർത്ഥത്തിൽ ഹാം തൻ്റെ അമ്മയുമായി ഒരു ഭയാനകമായ പാപപ്രവൃത്തിയിൽ ഏർപ്പെട്ടതിനെക്കുറിച്ച് തൊട്ടുമുമ്പത്തെ അധ്യായത്തിൽ നമ്മൾ കണ്ടിരുന്നു. ഹാം എന്താണ് ചെയ്തത്? അതൊരു ലൈംഗിക കാമ ആഗ്രഹം മാത്രമായിരുന്നില്ല, മറിച്ച് അത് അധികാരത്തിനു വേണ്ടിയുള്ള, ദൈവം നൽകിയ അധികാരം ഷേമിൽ നിന്ന് പിടിച്ചെടുക്കാനുള്ള, കുടുംബത്തിലെ അനുഗ്രഹത്തിൻ്റെ തുടർച്ചയുടെ വഴികളിലെ ആ ആധിപത്യം നേടുന്നതിനുള്ള ഒരു വയലൻ്റായ ശ്രമമായിരുന്നു ഹാം നടത്തിയത്. തൻ്റെ അപ്പൻ്റെ ഭാര്യയുമായി ശയിച്ചതിലൂടെ അയാൾ തൻ്റെ മൂത്ത സഹോദരന് കിട്ടേണ്ടിയിരുന്ന ന്യായമായ അധികാരത്തെ വയലൻ്റായി കവർന്നെടുക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തിയത് എന്ന് നാം കണ്ടിരുന്നു. ആ ഹാമിൻ്റെ പരമ്പരയിൽപ്പെട്ട ഒരു നായാട്ടുകാരനാണ്, ഒരു സാമ്രാജ്യാധിപതിയാണ് നിമ്രോദ്. അതേ അധികാരത്തിൻ്റെ, നിഷേധത്തിൻ്റെ അല്ലെങ്കിൽ അധികാര കൊതിയുടെ ഒരു ശ്രമമാണ് നിമ്രോദിൽ നമ്മൾ കാണുന്നത്. നമ്മളിവിടെ വളരെ സാവകാശം ഓർത്തെടുക്കുകയാണെങ്കിൽ അധികാരത്തിനു വേണ്ടിയുള്ള ആഗ്രഹം ആരംഭിച്ചത് സത്യത്തിൽ ഈ നിമ്രോദിൽ നിന്നോ ഹാമിൽ നിന്നോ ഒന്നുമല്ല, മറിച്ച് ഇത് തുടങ്ങുന്നത് ഏദൻ തോട്ടത്തിൽ നിന്നാണ്. നിങ്ങളെ ദൈവത്തെ പോലെയാക്കാം എന്ന സാത്താൻ്റെ പ്രലോഭനത്തിൻ്റെ അനുരണനങ്ങളാണ് നമ്മൾ ആദം കഴിയുമ്പോൾ പിന്നീട് കായനിലും, അതുപോലെ തന്നെ പിന്നീട് ഹാമിലും, പിന്നീട് ഹാമിൻ്റെ മകനായ നിമ്രോദിലും നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ദൈവം നൽകിയിട്ടില്ലാത്ത, ദൈവം നൽകാൻ ആഗ്രഹിക്കാത്ത എന്തും പിടിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ ഈ ഏദൻ തോട്ടത്തിലെ പാപത്തിൻ്റെ അനന്തരഫലങ്ങളുടെ തുടർച്ചയാണ്, പാപത്തിൻ്റെ തുടർച്ചയാണ്. അങ്ങനെ നിമ്രോദിൻ്റെ നേതൃത്വത്തിൽ ദൈവത്തിനെതിരെ ഒരു വലിയ വെല്ലുവിളി നടക്കുകയാണ്. എബ്രായ ഭാഷയിൽ ബാബേൽ എന്നതിന്
ദൈവത്തിൻ്റെ കവാടം എന്നാണ് അർത്ഥം. ദ ഗേറ്റ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ കവാടം. ദൈവിക ലോകത്തേക്ക് അതിക്രമിച്ച് കയറാനുള്ള ദൈവത്തിൻ്റെ അധികാരത്തിനെതിരെ ഒരു സമാന്തര സാമ്രാജ്യം സൃഷ്ടിക്കാനുള്ള മനുഷ്യൻ്റെ എല്ലാ കാലത്തെയും ശ്രമത്തിൻ്റെ ആരംഭമാണ് ബാബേലിൽ നമ്മൾ കാണുന്നത്. ഗോപുരം പണിത് തങ്ങളുടെ പ്രശസ്തി നിലനിർത്താൻ അവർ ആഗ്രഹിച്ചു. 11-ാം അധ്യായം 4-ാമത്തെ വാക്യം. ഇംഗ്ലീഷിൽ ഈ പ്രശസ്തി നിലനിർത്താം എന്നതിന് ഇംഗ്ലീഷ് വെർഷനിൽ നമ്മൾ കാണുന്നത് ലെറ്റ് us മേക്ക് എ നെയിം ഫോർ ourselves എന്നാണ്. നെയിം എന്നതിന് ഹെബ്രായ ഭാഷയിലെ വാക്ക് ഷേം എന്നാണ്. എന്താണ് ഷേം? ഈ വാക്ക് നിങ്ങളുടെ ഓർമ്മയിലുണ്ടെങ്കിൽ അത് നോഹയുടെ മൂത്ത മകൻ്റെ പേരാണ്. ഷേം ആരാണ്? ദൈവം തിരഞ്ഞെടുത്ത വഴിയിലെ ദൈവാനുഗ്രഹങ്ങൾ സ്വീകരിക്കുന്ന, ദൈവം കൊടുത്ത അധികാരം ഏറ്റുവാങ്ങിയ മകനാണ് ഷേം. നോഹ തൻ്റെ അടുത്ത തലമുറയായി അധികാരം കൈമാറുന്ന, അനുഗ്രഹത്തിൻ്റെ ആ കൃപയുടെ അധികാരം കൈമാറുന്ന ആളാണ് ഷേം. അപ്പോൾ തങ്ങൾക്ക് ഒരു ഷേം, ഒരു നെയിം, ഒരു പേര് ഉണ്ടാക്കാം എന്ന് പറയുന്നതിലൂടെ ഇവർ ശ്രമിക്കുന്നത് ദൈവം സ്ഥാപിച്ച സംവിധാനങ്ങൾക്കെതിരെയുള്ള ഒരു വെല്ലുവിളിയാണ് എന്ന് ആ വാക്യത്തിലൂടെയും നമുക്ക് വ്യക്തമാകുന്നു. അപ്പോൾ ദൈവത്തിലൂടെ നൽകപ്പെട്ട അധികാരത്തിൻ്റെ, ദൈവത്തിൻ്റെ കൃപയുടെ ലൈൻ, ആ ലൈനിനെ കൈക്കലാക്കാനുള്ള ഹാമിൻ്റെ മക്കളുടെ ശ്രമമാണ് ബാബേൽ ഗോപുര നിർമ്മാണം. എന്നാൽ അത് പരാജയപ്പെടുന്നു. അവരുടെ ഗോപുരം കാണാൻ ദൈവം ഇറങ്ങി വന്നു എന്നാണ്. എത്ര സ്വർഗം മുട്ടുന്ന ഗോപുരം മനുഷ്യൻ പണിതാലും പിന്നെയും ദൈവം മുകളിലായിരിക്കും എന്നതിൻ്റെ സൂചനയാണ് ഗോഡ് കെയിം ഡൗൺ ടു സീ എന്ന പ്രയോഗം. മാത്രമല്ല, ഭാഷകൾ ചിതറിക്കപ്പെടുകയും മനുഷ്യൻ ചിതറിപ്പോവുകയും ചെയ്യുന്നിടത്ത് മനുഷ്യൻ ദൈവത്തിനെതിരെ നടത്തുന്ന എല്ലാ പരിശ്രമങ്ങളുടെയും അന്ത്യം ഈ ചിതറി പോകലായിരിക്കും എന്ന സൂചനയും നമുക്കിവിടെ നിന്ന് മനസ്സിലാവുകയാണ്. എന്നാൽ തങ്ങൾക്ക് മാത്രമായി, അല്ലെ തങ്ങൾക്ക് ദൈവത്തെ കൂടാതെ ഒരു പ്രശസ്തിയും ഒരു പേരും ഉണ്ടാക്കാം എന്ന് ആഗ്രഹിക്കുന്ന ഈ ജനം ഈ അവിശ്വസ്തത കാണിക്കുമ്പോൾ നമ്മൾ കാണുന്നത് 11-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗം ദൈവവിശ്വസ്തതയുടെ അടയാളമായി ഷേമിൻ്റെ വംശാവലി തുടരുകയും അതിൽ ദൈവം ഇനി ഈ രക്ഷാകര സംഭവം മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ ബാറ്റൺ കൈമാറുന്നതിന് തിരഞ്ഞെടുത്ത അബ്രഹാം എന്ന വിശ്വസ്തനായ ദാസനിലേക്ക് ഷേമിൻ്റെ പരമ്പര എത്തിച്ചേരുകയും ചെയ്യുന്നു എന്നതാണ്. ഈ ഷേമിൻ്റെ തലമുറയിൽ നിന്നാണ് ഉൽപ്പത്തി 11:27 കാണുന്നത് പോലെ അബ്രഹാമിനെ വിളിക്കാൻ പോകുന്നത്. ആദവും നോഹയും വിശ്വസ്തതയിൽ വീണുപോയെടുത്ത് ഇനി ദൈവം തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്ന ഈ അബ്രഹാം വിശ്വസ്തനായി ജീവിക്കുമോ എന്നതാണ് ഇനി ദൈവിക രക്ഷാകര വഴിയിലെ നമ്മൾ കാത്തിരുന്ന് കാണാൻ പോകുന്ന ചരിത്രം. അബ്രഹാം വിശ്വസ്തത കാണിക്കുമോ? ഇന്ന് ഈ വചനം വായിക്കുന്നതിലൂടെ നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരേണ്ട ഒരു ചിന്ത പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവം സ്ഥാപിച്ച അധികാരത്തോടുള്ള വിധേയത്വം ദൈവത്തോടുള്ള വിധേയത്വം തന്നെയാണ്. കുടുംബത്തിലാണെങ്കിലും, ഭാര്യാഭർത്തൃ ബന്ധത്തിലാണെങ്കിലും, അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിലുള്ള ബന്ധങ്ങളിലാണെങ്കിലും, സഭയിലാണെങ്കിലും, കോൺവെൻറ്റുകളിലാണെങ്കിലും, ദൈവിക ശുശ്രൂഷ നടക്കുന്ന ഇടങ്ങളിലാണെങ്കിലും, ഏത് സാമൂഹിക വ്യവസ്ഥിതിയിലും രാജ്യത്തിലും ലോകത്തും എല്ലാം ദൈവം സ്ഥാപിച്ച അധികാരങ്ങളെ മാനിക്കുന്നത് ദൈവത്തോട് നേരിട്ടുള്ള വിധേയത്വത്തിൻ്റെ അടയാളമാണ്. ഓർമ്മിക്കണം, ആജ്ഞാപിക്കുന്നവന് തെറ്റുപറ്റിയാലും അനുസരിക്കുന്നവന് തെറ്റ് പറ്റുകയില്ല. നിങ്ങളുടെ ഈ ദിവസം വലിയൊരു ദൈവാനുഗ്രഹമായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ കൂടെ ഉണ്ടാവട്ടെ. ഇത് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഏത് പ്ലാറ്റ്ഫോമിലാണെങ്കിലും അത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മുടക്കമില്ലാതെ നിങ്ങൾക്ക് ഈ വചന വായനയിൽ പങ്കെടുക്കാൻ കഴിയും. നാളെ വീണ്ടും ഈ വചനശബ്ദത്തിലൂടെ നിങ്ങളുടെ അടുത്തേക്ക് എത്തും വരെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുവരെ സ്നേഹിക്കാനും പ്രാർത്ഥിക്കാനും നമ്മുടെ കർത്താവിനെ പങ്കുവെക്കാനും ഒരു നല്ല ദിവസം നിങ്ങൾക്ക് നേർന്നുകൊണ്ട് ഞാൻ ഡാനിയൽ അച്ഛൻ. മഹത്വം ഈശോയ്ക്ക് മാത്രം. ബൈ ബൈ. ഗോഡ് ബ്ലെസ് യു.